പി കെ മീഡിയയുടെ വോയിസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മറിയം ത്രേസ്യ എന്ന വിശുദ്ധയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 4ാമത്തെ വിശുദ്ധയായ മറിയം ത്രേസ്യ കാലഘട്ടത്തിൻ്റെ പ്രവാചികയും പഞ്ചക്ഷതധാരിയും കുടുംബങ്ങളുടെ മധ്യസ്ഥയും കുടുംബപ്രേക്ഷിതരുടെ മാതൃകയും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകയും സമർപ്പകരുടെ പ്രചോദകയുമാണ്. കുടുംബങ്ങളിൽ ക്രിസ്തീയ ചൈതന്യവും മൂല്യങ്ങളും വളർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച വിശുദ്ധയാണ് മറിയം ത്രേസ്യ. കുടുംബ പശ്ചാത്തലം നോക്കാം. പുത്തഞ്ചിറയിലെ വളരെ പ്രശസ്തമായ കുടുംബമാണ് ചിറമേൽ മങ്കിടിയാൻ. ഈ കുടുംബത്തിന് ഒല്ലൂർ, അരണാട്ടുകര, പഴുവിൽ എന്നിങ്ങനെ 3 ശാഖകളുണ്ട്. ഒല്ലൂർ ശാഖയിൽപ്പെട്ടതാണ് പുത്തഞ്ചിറയിലെ മറിയം ത്രേസ്യയുടെ കുടുംബം. ഈ കുടുംബത്തിൽ നിന്നും പ്രശസ്തരായ പല വൈദികരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുണ്ട്. പൂർവികരിലൊരാൾ വളരെ കാലം ഗ്രാമത്തിൻ്റെ തലവനായിരുന്നതിനാലും ഏതാനും മങ്കിടിയൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നതിനാലും ഈ പ്രദേശം ഇപ്പോഴും മങ്കിടി എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ അധിനിവേശത്തിൽ നിന്ന് കൊച്ചി മഹാരാജാവിനെ രക്ഷിച്ചത് ചിറമേൽ കുടുംബത്തിലെ ഒരു മാത്യു ആണെന്നും അതിന് അദ്ദേഹത്തിന് തരകൻ എന്ന പാരമ്പര്യ പദവി ലഭിച്ചുവെന്നുമുള്ള ചരിത്രമുണ്ട്. ഇവയെല്ലാം മങ്കിടിയൻ കുടുംബത്തിൻ്റെ പ്രശസ്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ധാരാളം ഭൂസ്വത്തുകളുള്ള ഒരു സമ്പന്ന കുടുംബമായിരുന്നു മറിയം ത്രേസ്യയുടെ തറവാടെങ്കിലും ത്രേസ്യയുടെ അപ്പൂപ്പൻ തൻ്റെ 7 പെൺമക്കളെയും സ്ത്രീധനം നൽകി വിവാഹം ചെയ്ത് അയക്കുവാൻ വേണ്ടി ഭൂസ്വത്തുകൾ വിറ്റു തീർക്കുകയും ക്രമേണ അവർ ദരിദ്രരായി തീരുകയും ചെയ്തു. കുടുംബത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥയിൽ മനം നൊന്ത് ത്രേസ്യയുടെ പിതാവും പിതൃ സഹോദരനും മദ്യപാനത്തിന് അടിമകളായി മാറി. ഇങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഒരു വിശുദ്ധ ഉയർന്നു വന്നത്. ജനനവും ബാല്യവും നോക്കാം. തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിലെ ചിറമേൽ മങ്കിടിയാൻ തോമൻ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് മറിയക്കുട്ടി എന്ന സ്ത്രീയായിരുന്നു. അവർ 1872 പ്രസവ സമയത്ത് മരിച്ചു. പിന്നീട് ചിറമേൽ മങ്കിടിയാൻ തോമൻ താണ്ടയെ വിവാഹം ചെയ്തു. തോമൻ താണ്ട ദമ്പതികൾക്ക് 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമായി 5 മക്കളാണ് ഉണ്ടായത്. പൊറിഞ്ചു, മറിയക്കുട്ടി, ത്രേസ്യ, ഔസേപ്പ്, ഇട്ടിയാന്നം എന്നിവരായിരുന്നു 5 മക്കൾ. ത്രേസ്യ എന്ന 3ാമത്തെ കുട്ടി 1876 ഏപ്രിൽ 26 ബുധനാഴ്ചയാണ് ജനിച്ചത്. ആ മകൾ ത്രേസ്യ ചിറമേൽ എന്നാണ് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്. ആചാരപ്രകാരം ജനിച്ച് 7 ദിവസത്തിന് ശേഷം, അതായത് 1876 മെയ് 3 ബുധനാഴ്ച പുത്തഞ്ചിറ ഇടവകപ്പള്ളിയിൽ ഇടവ വികാരി ഫാദർ പൗലോസ് മാളിയേക്കൽ കൂനനച്ചനിൽ നിന്നും ത്രേസ്യ മാമോദീസ സ്വീകരിച്ചു. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ പേരിലാണ് അവൾക്ക് ത്രേസ്യ എന്ന പേര് ലഭിച്ചത്. അവളുടെ പിതൃ സഹോദരനായ ആൻ്റണി ചിറമേൽ മങ്കിടിയാനും ഭാര്യ അന്നമ്മയുമായിരുന്നു ജ്ഞാനസ്നാന മാതാപിതാക്കൾ. കൊച്ചു ത്രേസ്യ യേശുവിനെ സ്നേഹിക്കാൻ പഠിച്ചത് അവളുടെ സദ്ഗുണസമ്പന്നയായ അമ്മ താണ്ടയിൽ നിന്നാണ്. ബൈബിളിലെ കഥകളും വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നുള്ള ചില സംഭവങ്ങളും അമ്മ അവളോട് പറയുമായിരുന്നു. അവൾക്ക് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കുരിശുമണി കേൾക്കുമ്പോൾ കുരിശു വരയ്ക്കുന്നതിൻ്റെ അർത്ഥവും ത്രികാല ജപം ചൊല്ലാനും അവൾ പഠിച്ചു. മാതൃകാപരമായ ജീവിതം നയിച്ചിരുന്ന ത്രേസ്യയുടെ അമ്മ താണ്ടയുടെ ശിക്ഷണത്തിൽ വളരെയേറെ ഭക്തിയിലും വിശുദ്ധിയിലുമായിരുന്നു ത്രേസ്യ വളർന്നു വന്നത്. ബാല്യം മുതൽക്കേ അഗാധമായ ദൈവഭക്തിയും ദൈവസ്നേഹവും ത്രേസ്യ പ്രകടിപ്പിച്ചിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തോട് ത്രേസ്യയ്ക്ക് അതീവ ഭക്തിയായിരുന്നു. 3 വയസ്സുള്ളപ്പോൾ തൻ്റെ കുഞ്ഞു ഹൃദയം അവൾ മാതാവിൻ്റെ മുമ്പിൽ കാഴ്ച സമർപ്പിച്ചു. ആഴ്ചയിൽ 4 തവണ ഉപവസിക്കുകയും ദിവസേന പലതവണ ജപമാല ചൊല്ലുകയും ത്രേസ്യയുടെ പതിവായിരുന്നു. അവൾക്ക് 8 വയസ്സായപ്പോൾ അവളുടെ മെലിഞ്ഞ ശരീരം കണ്ട അമ്മ അവളെ കഠിനമായ ഉപവാസങ്ങളും ജാഗരണ പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്നതിൽ നിന്നും വിലക്കുകയുണ്ടായി. പക്ഷെ ത്രേസ്യയാകട്ടെ കൂടുതൽ പീഡനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചു പോന്നു. തുടർച്ചയായി ഉപവസിച്ച് എല്ലും തോലുമായി തീർന്ന മകളെ ഭക്ഷണം കഴിപ്പിക്കുവാൻ അമ്മ പ്രയാസപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. കുഞ്ഞുനാൾ മുതൽ അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞ ഈശോയുമായി ഐക്യപ്പെടുവാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കാം. ആശാൻ കളരിയിലാണ് ത്രേസ്യയെ എഴുത്തിനിരുത്തിയത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ത്രേസ്യയ്ക്ക് ലഭിച്ചത്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നോക്കാം. 1886 ത്രേസ്യയുടെ 10ാമത്തെ വയസ്സിലാണ്
ആദ്യ കുർബാന സ്വീകരണവും കുമ്പസാരവും നടന്നത്. കുർബാന സ്വീകരിക്കണമെന്ന ത്രേസ്യയുടെ ശക്തമായ ആഗ്രഹവും പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസവും ഭക്തിയും അറിവും അവൾക്കുണ്ടായിരുന്നതിനാലും സാധാരണയായി ആ കാലങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയിരുന്ന പ്രായത്തേക്കാൾ 3 വർഷം മുൻപേ ത്രേസ്യ ആദ്യ കുർബാന സ്വീകരണം നടത്തി. ആദ്യ കുർബാന സ്വീകരണ സമയത്ത് തൻ്റെ വിശുദ്ധി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ 1886 ത്രേസ്യ ഒരു സ്വകാര്യ വ്രതവാഗ്ദാനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയുടെ മരണം നോക്കാം. നിതാന്ത ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും നിരന്തര സഹനത്തിൻ്റെയും നിദർശനമായിരുന്നു ത്രേസ്യയുടെ ജീവിതം. 12 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. അവളുടെ അമ്മ 1888 മാർച്ച് 2 മരിച്ചത്. അത് അവളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു. അമ്മയുടെ വേർപാട് അവൾക്ക് ഏറെ അസഹനീയമായി. അവൾ ദൈവമാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹൃദയത്തിൽ നിന്നുയർന്ന സമർപ്പണത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളോടെ അമ്മയുടെ മകളായി ജീവിച്ചു കൊള്ളാമെന്ന വാഗ്ദാനവും ത്രേസ്യ എടുത്തു. പൂർണ്ണസമയം പ്രാർത്ഥനയിലൂടെയാണ് ജീവിതം അവൾ മുന്നേറ്റിയത്. സംഘർഷങ്ങളുടെ കാലത്തെ നോക്കാം. അമ്മയുടെ വിയോഗത്തിന് ശേഷം തൻ്റെ ദൈവനിയോഗം തിരിച്ചറിയുവാനുള്ള ഒരു നീണ്ട അന്വേഷണത്തിലായിരുന്നു ത്രേസ്യ. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ഒരു എളിയ ഏകാന്ത ജീവിതമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് 1891 തൻ്റെ 15ാമത്തെ വയസ്സിൽ ത്രേസ്യ വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടുവാനും അവിടെ ഒരു മലമ്പ്രദേശത്ത് പ്രാർത്ഥനയിലും അനുതാപത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും പദ്ധതിയിട്ടു. എന്നാൽ ഈ പദ്ധതി എന്തുകൊണ്ടോ പ്രായോഗികമായില്ല. ത്രേസ്യ എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി 3 സുഹൃത്തുക്കളോടൊപ്പം ഇടവപ്പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം ത്രേസ്യ ഏറ്റെടുത്തു. പള്ളിയും പരിസരവും വൃത്തിയാക്കുക, അൾത്താര അലങ്കരിക്കുക എന്നിവയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. വൈകാതെ ത്രേസ്യ സാമൂഹ്യ സേവനത്തിലേക്ക് തിരിഞ്ഞു. 1902 ഏപ്രിൽ 2 ഫാദർ ജോസഫ് വിധേയത്തിൽ പുത്തൻചിറ വികാരിയായി നിയമിതനായി. ആധ്യാത്മിക പിതാവെന്ന നിലയിൽ അദ്ദേഹമായിരുന്നു ത്രേസ്യയുടെ എല്ലാ കാര്യങ്ങൾക്കും ജീവിത വളർച്ചയ്ക്കും പ്രചോദനമായത്. ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി അതാർക്കും ഊഹിക്കാവുന്നതിലും അധികമായിരിക്കും എന്ന വിധേയത്തിലച്ഛൻ്റെ വാക്കുകൾ മറിയം ത്രേസ്യയെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രേരിപ്പിച്ചു. ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള ആഴമായ ആഗ്രഹം കൊണ്ട് അവൾ പാവങ്ങളെയും രോഗികളെയും ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അവരെ സഹായിക്കുകയും തൻ്റെ ഇടവകയിൽ ഏകാന്തവാസം നയിച്ചിരുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് സാന്ത്വനം നൽകുകയും ചെയ്തു. കുഷ്ഠരോഗികളെയും ചിക്കൻ ബോക്സ് പിടിപെട്ടവരെയും അവൾ ശുശ്രൂഷിച്ചിരുന്നു. രോഗികളായിരിക്കുന്നവർ മരിക്കുന്ന സാഹചര്യങ്ങളിലും മരണശേഷം അവരുടെ അനാഥ മക്കളെയും ത്രേസ്യ സന്തോഷത്തോടെ പരിപാലിച്ചു. ത്രേസ്യയും അവളുടെ 3 സഹചാരികളും കൂടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒരു പ്രേക്ഷിത സംഘം രൂപീകരിക്കുകയും ചെയ്തു. 1904 പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ത്രേസ്യയ്ക്ക് ഒരു ദർശനം ലഭിച്ചു. അതിൽ അവളുടെ പേരിനൊപ്പം അമ്മയായ മറിയത്തിൻ്റെ പേര് കൂടി ചേർക്കാനായിരുന്നു ദർശനത്തിലൂടെ ലഭിച്ചത്. അങ്ങനെ അവൾ മറിയം ത്രേസ്യ എന്നറിയപ്പെടാൻ തുടങ്ങി. പുരുഷന്മാരുടെ സഹായമില്ലാതെ സ്ത്രീകൾ വീട് വിട്ട് പുറത്തു പോകാറില്ലാത്ത അന്നത്തെ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ടായിരുന്നു അവരുടെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. വിപ്ലവകരമായ ഈ നൂതന സംരംഭം പെൺകുട്ടികളെ തെരുവിലേക്കിറക്കുന്നു എന്ന വലിയ വിമർശനത്തെ ക്ഷണിച്ചു വരുത്തുകയുണ്ടായി. മറിയം ത്രേസ്യയാകട്ടെ തൻ്റെ വിശ്വാസം മുഴുവൻ യേശുവും മറിയവും ഔസേപ്പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിൽ അർപ്പിച്ചു. പലപ്പോഴും അവൾക്ക് ദർശനങ്ങൾ നിരന്തരം ഉണ്ടാവുകയും അതിൽ നിന്നും തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിന്, പ്രത്യേകിച്ച് പാപികളെ മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. മറിയം ത്രേസ്യ പാപികൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും അവരെ സന്ദർശിക്കുകയും അനുതപിക്കുവാനായി അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. അവളുടെ ജീവിതശൈലി പുരാതന കാലത്തെ സന്യാസിമാരുടെ കഠിനമായ താപസ ജീവിതത്തെയാണ് ഓർമ്മപ്പെടുത്തിയത്. പ്രവചനപരം, രോഗശാന്തി, തേജോവലയം, മാധുര്യമേറിയ പരിമളം തുടങ്ങിയ നിഗൂഢമായ ദൈവിക സമ്മാനങ്ങളാൽ അനുഗ്രഹീതയായിരുന്നു മറിയം ത്രേസ്യ. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ ജീവിതത്തിന് സമാനമായി ആത്മീയ ഉന്മാദത്തിൽ വായുവിൽ നിലം തൊടാതെ നിൽക്കുക തുടങ്ങിയ അത്ഭുതകരമായ സംഭവങ്ങൾ അവളുടെ ജീവിതത്തിലും ഉണ്ടാകുമായിരുന്നു. വെള്ളിയാഴ്ചകളിൽ മറിയം ത്രേസ്യ തൻ്റെ മുറിയുടെ ഭിത്തിയിൽ നിലം തൊടാതെ കുരിശുരൂപത്തിൻ്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ ആളുകൾ തടിച്ചുകൂടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ ഇത്തരം നിഗൂഢ വരദാനങ്ങൾ കൊണ്ട്
മറിയം ത്രേസ്യ നിറഞ്ഞിരുന്നെങ്കിലും തൻ്റെ വിനയവും എളിമയും നിലനിർത്തുവാൻ ദൈവം അവൾക്ക് ചില സഹനങ്ങളും നൽകി. വിശുദ്ധ പാദ്രപ്പിയോ പോലെ മറിയം ത്രേസ്യയ്ക്കും പഞ്ചക്ഷതമുണ്ടായി. 1905 ത്രേസ്യയ്ക്ക് യേശുവിൻ്റെ പഞ്ചക്ഷതം ലഭിച്ചത്. ചെറുപ്പം മുതൽ ഈശോയെ ധ്യാനിച്ചു കൊണ്ടിരുന്ന മറിയം ത്രേസ്യയ്ക്ക് പീഡാനുഭവ ദർശനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചിരുന്നു. ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങളാണ് ഈശോയുടെ പീഡാനുഭവത്തിന് കാരണമെന്ന് മറിയം ത്രേസ്യ മനസ്സിലാക്കി. ഈശോയുടെ കുരിശ് ഏറ്റുവാങ്ങി വേദന കുറയ്ക്കുവാൻ അവൾ ആഗ്രഹിച്ചു. ഈ മനോഭാവമാണ് ഈശോയുടെ പീഡനങ്ങളിൽ പറ്റുവാനും അതിൻ്റെ അടയാളമായി പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കുവാനും അവളെ പ്രാപ്തയാക്കിയത്. എന്നാൽ അവൾ പഞ്ചക്ഷതങ്ങൾ ശ്രദ്ധാപൂർവം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. പാദ്രപ്പിയെ പോലെ തന്നെ ഏതാണ്ട് അവളുടെ ജീവിതകാലം മുഴുവൻ അവൾക്ക് പൈശാചിക ആക്രമണങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടതായി വന്നു. പലപ്പോഴും ആധ്യാത്മിക പിതാവായ വിധേയത്തിൽ അച്ഛനിൽ നിന്നും പൈശാചിക ബന്ധനം മറിയം ത്രേസ്യ നേടിയിരുന്നു. മഠത്തിൽ താമസത്തിൻ്റെ കഥ നോക്കാം. നേരത്തെ ഒരു പ്രാർത്ഥനാ ഭവനം പണിത് അതിൽ താമസിക്കുവാനുള്ള അനുവാദത്തിനായി മറിയം ത്രേസ്യ മെത്രാനോട് ചോദിച്ചിരുന്നെങ്കിലും മെത്രാൻ വിധേയത്തിൽ അച്ഛൻ വഴി കാര്യങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം പുതുതായി രൂപമെടുത്ത ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേരുവാൻ മെത്രാൻ മറിയം ത്രേസ്യയോട് ആവശ്യപ്പെട്ടു. 1912 നവംബർ 26 അന്നത്തെ തൃശ്ശൂർ രൂപതാ മെത്രാനായ ജോൺ മേനാച്ചേരിയുടെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒല്ലൂർ കർമ്മലീത്ത മഠത്തിൽ ത്രേസ്യ താമസം ആരംഭിച്ചു. അന്ന് അവിടെ വിശുദ്ധയായ ഉപ്രസ്യാമ്മ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ത്രേസ്യയ്ക്ക് ഇതല്ല ദൈവപദ്ധതി എന്ന് മനസ്സിലായി. ത്രേസ്യ അക്കാര്യം അധികാരികളുമായി പങ്കുവച്ചു. നിങ്ങൾ ഈ മഠത്തിൽ താമസിക്കുന്ന ദൈവഹിതമല്ല, അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങാം. നിങ്ങളുടെ ആത്മീയ പിതാവ് അവിടെ നിങ്ങൾക്കായി ഒരു വീട് പണിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബിഷപ്പ് ത്രേസ്യയെ 1913 ജനുവരി 26 വീട്ടിലേക്ക് തിരിച്ചയച്ചു. ഏകാന്തതയുടെ ഭവനത്തിൻ്റെ കഥ നോക്കാം. മറിയം ത്രേസ്യ വീണ്ടും പുത്തഞ്ചിറയിൽ എത്തിച്ചേർന്നു. ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഫാദർ ജോസഫ് വിധേയത്തിൽ ഏകാന്ത ഭവനം പണിയുവാൻ പദ്ധതിയിട്ടു. മാളേക്കൽ കൂനൻ കുഞ്ഞുപറീത് ഇട്ടുപ്പ് ആണ് കെട്ടിടത്തിനുള്ള സ്ഥലം ദാനം ചെയ്ത്. ഫാദർ ജോസഫ് വിധേയത്തിൽ നിർമ്മാണം തുടങ്ങി. വീടുപണി പ്ലിന്ത് ലെവലിലെത്തിയപ്പോൾ പണമില്ലാത്തതിനാൽ പണി തുടരാൻ ബുദ്ധിമുട്ടി. ഭിക്ഷാടനം നടത്തി ആവശ്യമായ പണം കണ്ടെത്താമെന്ന് പറഞ്ഞ് മറിയം ത്രേസ്യ അച്ഛനെ ആശ്വസിപ്പിച്ചു. വളരെ പ്രയാസപ്പെട്ട് മനസ്സില്ലാ മനസ്സോടെ അച്ഛനതിന് സമ്മതിച്ചു. ഇപ്പോൾ എറണാകുളം രൂപതയിലുള്ള ഞാറയ്ക്കൽ, ചക്കരക്കടവ്, പള്ളിപ്പുറം എന്നിവിടങ്ങളിലേക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും സഹായം തേടി മറിയം ത്രേസ്യ ഒരു കൂട്ടുകാരിയോടൊപ്പം പോയി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകാന്തതയുടെ ഭവനം പൂർത്തിയാക്കി. തിരുക്കുടുംബ സഭാ സ്ഥാപനത്തെ നോക്കാം. ബിഷപ്പിൻ്റെ പ്രതിനിധിയായി വന്ന ഫാദർ ജോൺ ഊക്കൻ 1913 സെപ്റ്റംബർ 23 ഏകാന്ത ഭവനത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഫാദർ ജോസഫ് വിധേയത്തിൻ്റെ സാന്നിധ്യത്തിൽ മറ്റ് നിരവധി വൈദികരും പുത്തഞ്ചിറയിലെ നിരവധി ഇടവകാംഗങ്ങളും അതിൽ പങ്കുചേർന്നു. അതിനുള്ള എല്ലാ ചെലവുകളും നാട്ടുകാരാണ് വഹിച്ചത്. ഏകാന്തത ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മറിയം ത്രേസ്യ തൻ്റെ 3 കൂട്ടുകാരികളുമൊത്ത് ഏകാന്ത ഭവനത്തിൽ 1913 ഒക്ടോബർ 7 താമസം തുടങ്ങി. ആ ഭവനത്തിൽ താമസിക്കാൻ മറിയം ത്രേസ്യയുടെ കൂടെ ഉണ്ടായിരുന്നത് വാറുണ്ണിയുടെയും റോസ കരുമാലിക്കലിൻ്റെയും മകൾ മറിയം, ഇട്ടിയവരയുടെയും അച്ചാരുമാളേക്കൽ കൂനൻ്റെയും മകൾ കൊച്ചുമറിയം, കുഞ്ഞുവാര്യരുടെയും ത്രേസ്യ മാളേക്കലിൻ്റെയും മകൾ താണ്ട എന്നിവരായിരുന്നു. അവർ പ്രാർത്ഥനയും കഠിനമായ അനുതാപവും നിറഞ്ഞ ഒരു ജീവിതം നയിച്ചു പോന്നു. കുടുംബപ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. കൂടാതെ രോഗികളെ സന്ദർശിക്കുക, ജാതിയും മതവും നോക്കാതെ പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. മറിയം ത്രേസ്യയും കൂട്ടുകാരികളും ഒരു സന്യാസ സമൂഹത്തിൻ്റെ രൂപഭാവങ്ങൾ ഉൾക്കൊണ്ടാണ് ജീവിച്ചിരുന്നത്. മറിയം ത്രേസ്യയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കുടുംബങ്ങളെ സേവിക്കുവാൻ വേണ്ടിയുള്ള ഒരു സന്യാസ സമൂഹത്തിൻ്റെ സാധ്യത മെത്രാൻ കണ്ടെത്തി. അന്നത്തെ തൃശ്ശൂർ മെത്രാൻ 1914 മെയ് 13 അവരുടെ ഭവനം സന്ദർശിക്കുകയും അവരുടെ ജീവിത രീതിയിൽ സംതൃപ്തനാവുകയും 1914 മെയ് 14 പിറ്റേ ദിവസം ജോസഫ് വിധേയത്തിൽ അച്ഛൻ്റെയും മറ്റു പുരോഹിതരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഏകാന്ത ഭവനത്തെ തിരുക്കുടുംബ സഭ അഥവാ കോൺഗ്രിഗേഷൻ ഓഫ് ദ ഹോളി ഫാമിലി CHF എന്ന പുതിയൊരു സന്യാസിനി സമൂഹമായി അംഗീകരിക്കുകയും ചെയ്തു. 1914 മെയ് 14 അതായത് അന്ന് തന്നെ മറിയം ത്രേസ്യ നിത്യവ്രത വാഗ്ദാനം ചെയ്തു. അവളുടെ 3 സഹചാരികളും ആ സഭയിലെ പോസ്റ്റുലൻസായി ചേർക്കപ്പെട്ടു.
ഈ പുതിയ സന്യാസിനി സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ മറിയം ത്രേസ്യയും ജോസഫ് ഇടയത്തിലച്ചൻ ചാപ്ലിനുമായി തീർന്നു. തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന് അന്നു മുതൽ ഔദ്യോഗിക തുടക്കം കുറിച്ചു. ഹോളി ഫാമിലി സന്യാസിനി സഭയുടെ ലക്ഷ്യം കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യവും സ്നേഹവും വളർത്തി ദൈവോന്മുഖമാക്കുക എന്നുള്ളതായിരുന്നു. പുതിയ സഭയുടെ പരിപാലനം നോക്കാം. പുതുതായി രൂപം കൊണ്ട സന്യാസ സമൂഹത്തിന് ആവശ്യമായ സഹായങ്ങൾ നാട്ടുകാർ കണ്ടറിഞ്ഞ് ഔദാര്യപൂർവ്വം നൽകി. പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും മദർ മറിയം ത്രേസ്യ സമയം ചെലവഴിക്കുകയും സന്യാസ സമൂഹങ്ങളെ അതിനായി പ്രചോദിപ്പിക്കുകയും ചെയ്തു. പുതുതായി സ്ഥാപിക്കപ്പെട്ട സന്യാസ സമൂഹത്തിന് എഴുതപ്പെട്ട നിയമസംഹിതകൾ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ശ്രീലങ്ക, അന്ന് സിലോൺ എന്നാണ് അറിയപ്പെടുന്നത്, ആ സിലോണിലെ ബോർഡ്യൂക്സ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ നിന്നും അവരുടെ നിയമസംഹിത മെത്രാൻ ശേഖരിച്ചു മറിയം ത്രേസ്യയെ ഏൽപ്പിച്ചു. മറിയം ത്രേസ്യ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു പോന്ന സമൂഹത്തിൽ ആ നിയമങ്ങൾ നടപ്പിലാക്കി. 1915 പുത്തൻചിറയിൽ പെൺകുട്ടികൾക്കായി ഒരു പ്രൈമറി വിദ്യാലയം ആരംഭിച്ചു. മഠത്തിനായി പണിതു തീർത്ത 6 മുറികളിൽ 2 മുറികൾ ഉപയോഗിച്ചാണ് ക്ലാസുകൾ നടത്തിയത്. സ്കൂളിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കാനായി തിരുവനന്തപുരത്തേക്കും തിരുവിതാംകൂർ ഗവൺമെൻറ് ഓഫീസിലേക്കും മദർ പല കത്തിടപാടുകളും നടത്തി. 1918 സ്കൂളിന് ഗവൺമെൻറ് അംഗീകാരം ലഭിച്ചത്. സ്കൂളിന് മെച്ചപ്പെട്ട ഗുണനിലവാരം ഉണ്ടാക്കുന്നതിന് പ്രഗത്ഭരായ അധ്യാപകരെ അകലങ്ങളിൽ നിന്ന് പോലും മദർ കൊണ്ടുവന്നു. ദൂരെ നിന്നും ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് ആരംഭിക്കുവാനും മറിയം ത്രേസ്യ ധൈര്യം കാണിച്ചു. ഇംഗ്ലീഷ് ഭാഷാ പഠനം വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മദർ 1918 ഏതാനും കുട്ടികളെയും സിസ്റ്റേഴ്സിനെയും ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനായി തൃശ്ശൂരിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ താമസിപ്പിച്ച് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. കുടുംബ ഭദ്രതയ്ക്ക് അനിവാര്യമായ തൊഴിൽ സാധ്യതകൾക്കായി മഠത്തിൻ്റെ പറമ്പിൽ തന്നെ മദർ മറിയം ത്രേസ്യ ഒരു ഇൻഡസ്ട്രിയൽ സ്കൂൾ ആരംഭിക്കുകയും പാവപ്പെട്ട യുവതികളെ തൊഴിൽ പരിശീലിപ്പിച്ച് ഉപജീവനമാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കുഴിക്കാട്ടുശ്ശേരിയിലും പരിസരങ്ങളിലും ഒരു തപാൽ ഓഫീസ് പോലും ഇല്ലാതിരുന്ന കാലത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ മദർ മറിയം ത്രേസ്യയുടെ പരിശ്രമ ഫലമായി ഒരു പോസ്റ്റ് ഓഫീസ് നാട്ടിൽ ഉയർന്നു വരികയും ചെയ്തു. 12 വർഷങ്ങൾക്കുള്ളിൽ 3 പുതിയ മഠങ്ങളും സ്കൂളുകളും 2 പാർപ്പിട സൗകര്യങ്ങളും പരിശീലനത്തിനുള്ള ഒരു ഭവനവും ഒരു അനാഥാലയവും സ്ഥാപിക്കുവാൻ മറിയം ത്രേസ്യയ്ക്ക് കഴിഞ്ഞു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു മറിയം ത്രേസ്യ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നത്. അവളുടെ ലാളിത്യവും എളിമയും വിശുദ്ധിയും നിരവധി പെൺകുട്ടികളെ മദറിലേക്ക് ആകർഷിച്ചു. മറിയം ത്രേസ്യയുടെ ജീവിതകാലത്ത് 55 സിസ്റ്റേഴ്സും 30 താമസക്കാരും 10 അനാഥരും അവരുടെ പരിപാലനയിലുണ്ടായിരുന്നു. മരണകാര്യങ്ങളെ നോക്കാം. 1926 മെയ് 10 തുമ്പൂരിലെ സേക്രഡ് ഹാർട്ട് മഠത്തിൻ്റെ ആശീർവാദ വേളയിൽ മദർ മറിയം ത്രേസ്യ മുട്ടുകുത്തി ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു. ആളുകൾ തിങ്ങി നിറഞ്ഞപ്പോൾ ക്രാസിയുടെ ഒരു ഭാഗം മദറിൻ്റെ കാലിൽ വീണു. മദറിന് ആഴത്തിലുള്ള മുറിവ് പറ്റിയിരുന്നു. പക്ഷേ മറിയം ത്രേസ്യ വേദനകളും കഷ്ടപ്പാടുകളും യേശുവിനോടൊപ്പമുള്ള സഹനമായി കണക്കാക്കിയതിനാൽ മുറിവ് കാര്യമാക്കിയില്ല. പിറ്റേന്ന് കാലിൽ വേദനയും വീക്കവും അനുഭവപ്പെട്ടു. വിധേയത്തിലച്ഛൻ്റെ നിർദ്ദേശപ്രകാരം മറിയം ത്രേസ്യയെ കാളവണ്ടിയിൽ ചാലക്കുടി സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചു. കാലിലെ വേദനയും വീക്കവും കൂടിക്കൂടി വന്നു. ഒരു ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർ തീരുമാനിച്ചു. ഓപ്പറേഷന് ശേഷം ആശുപത്രിയോട് ചേർന്നുള്ള രൂപതയുടെ കെട്ടിടത്തിലാണ് മറിയം ത്രേസ്യയെ താമസിപ്പിച്ചത്. പ്രമേഹം കൂടുതലായതിനാൽ രോഗം ഗുരുതരമാണെന്ന് ഡോക്ടർക്ക് തോന്നി. മറിയം ത്രേസ്യയുടെ നില ക്രമേണ വഷളാകാൻ തുടങ്ങി. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മറിയം ത്രേസ്യയെ 1926 ജൂൺ 27 കുഴിക്കാട്ടുശ്ശേരിയിലേക്ക് കൊണ്ടുവരികയും ഫാദർ ജോസഫ് ഇടയത്തിൽ മറിയം ത്രേസ്യയ്ക്ക് രോഗീലേപന കുദാശ നൽകുകയും ചെയ്തു. ഹോളി ഫാമിലി സന്യാസിനികൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം, അതായത് 1926 ജൂൺ 8 മറിയം ത്രേസ്യയ്ക്ക് ചെറിയ ആശ്വാസം തോന്നി. മറിയം ത്രേസ്യ എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ചെറിയ വിശ്വാസമുള്ളവരെ പോലെ അസ്വസ്ഥമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ അസുഖത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുകയില്ലെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. സ്വർഗസ്ഥനായ മണവാളൻ്റെ ക്ഷണമനുസരിച്ച് ഞാൻ നിങ്ങളെ ഉടൻ വിട്ടുപോകണമെന്നാണ് അവിടുത്തെ ആഗ്രഹമെങ്കിൽ അത് നിറവേറട്ടെ. നമ്മുടെ സന്യാസ സഭ ഇപ്പോഴും ശിശുവാണ്. അതിനെ വളർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അധികാരികളോട് ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ഇടപെടുക. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക.
ഇത്രയും സന്യാസിനികളോട് പറഞ്ഞ ശേഷം മറിയം ത്രേസ്യ സഭയുടെയും അംഗങ്ങളുടെയും മുഴുവൻ ഉത്തരവാദിത്വവും വിധേയത്തിൽ അച്ഛനെ ഏൽപ്പിച്ചു. പിന്നീട് മറിയം ത്രേസ്യയുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമായി. മദറിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവരെ ഒരു പായിൽ തറയിൽ കിടത്തി. മദറിൻ്റെ ആത്മീയ പിതാവും സഹോദരിമാരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മദറിൻ്റെ, അതായത് മറിയം ത്രേസ്യയുടെ തീവ്രമായ വേദനയും കഷ്ടപ്പാടുകളുടെയും നിമിഷത്തിൽ അവൾ വളരെ ശാന്തയായിരുന്നു. രാത്രി 8 മണിക്ക് യേശുവേ, മറിയമേ, ഔസേപ്പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും നിങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന സുഹൃതജപങ്ങൾക്കിടയിൽ മറിയം ത്രേസ്യ ഈ ലോകത്തോട് വിട പറഞ്ഞ് നിത്യസമ്മാനത്തിനായിപ്പോയി. മൃതസംസ്കാര കാര്യങ്ങളെ നോക്കാം. മറിയം ത്രേസ്യയുടെ വേർപാടിൽ പുത്തഞ്ചിറ മുഴുവൻ നിശ്ചലമായി. അഗാധമായ നിശബ്ദതയും വലിയ സങ്കടവും കൊണ്ട് ആ പ്രദേശം നിറഞ്ഞു. കണ്ണുനീരും കരച്ചിലും നിറഞ്ഞ ആ രാത്രിയിൽ മുല്ലപ്പൂക്കൾ പൂക്കുന്ന കാലമല്ലായിരുന്നെങ്കിലും അതിശയകരമെന്ന് പറയട്ടെ, തോട്ടത്തിൽ എല്ലാ മുല്ലപ്പൂക്കളും വിരിഞ്ഞു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ശിരസിൽ മുല്ലപ്പൂക്കളുടെ കിരീടം ചാർത്തുകയും ശവപ്പെട്ടി മുല്ലപ്പൂക്കളാൽ അലങ്കരിക്കുകയും ചെയ്തു. തങ്ങളുടെ അമ്മയെ ഒരു നോക്ക് കാണുവാൻ ആളുകൾ തിക്കിത്തിരക്കിയെത്തി. മെത്രാൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ 1926 ജൂൺ 9 വൈകിട്ട് 6 നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് തൃശ്ശൂർ രൂപതാ വികാരി ജനറൽ മാത്യു എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ഇദ്ദേഹത്തിൻ്റെയും മറ്റ് നിരവധി വൈദികരുടെയും സഹോദരിമാരുടെയും സഹോദരങ്ങളുടെയും പൊതുജനങ്ങളുടെയും ദുഃഖിതരായ സഭാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു മൃതസംസ്കാരം നടന്നത്. നിർമ്മാണത്തിലിരുന്ന കപ്പേളയുടെ മൈതാനത്ത് ഒരു പ്രത്യേകം തയ്യാറാക്കിയ കബറിടത്തിൽ കണ്ണീരോടെ പ്രാർത്ഥനയോടെ മൃതദേഹം സംസ്കരിച്ചു. പുത്തഞ്ചിറ പള്ളി വികാരി ഫാദർ ജോസഫ് കയ്യാലകം പ്രഭാഷണം നടത്തി. സന്യാസ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും വൈദികരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും മറിയം ത്രേസ്യയുടെ പ്രത്യേകമായൊരു ഫോട്ടോയും അന്ന് എടുത്തിരുന്നു. അത്ഭുതങ്ങളെ നോക്കാം. മരണശേഷം മറിയം ത്രേസ്യയുടെ പ്രസിദ്ധി നാടെങ്ങും പരന്നു. അവളോടുള്ള മധ്യസ്ഥ സഹായം വഴിയായി നിരവധി രോഗങ്ങൾ അത്ഭുതകരമായി സുഖപ്പെട്ടു. നിരവധി അത്ഭുതങ്ങളിൽ ഒരെണ്ണം 1992 സഭ വളരെ വിശദമായി ഉറപ്പുവരുത്തി. ജന്മന മുടന്തനായിരുന്ന മാത്യു പെല്ലിശ്ശേരിയുടെ രോഗസൗഖ്യമായിരുന്നു അത്. മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം രോഗസൗഖ്യം ലഭിച്ച മാത്യു പെല്ലിശ്ശേരിക്ക് ലഭിക്കുകയുണ്ടായി. മറിയം ത്രേസ്യയുടെ പേരിൽ നടന്ന സ്ഥിരീകരിക്കപ്പെട്ട രണ്ടാമത്തെ അത്ഭുതം തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള പെരിഞ്ചേരി ഇടവകയിലുള്ള ചൂണ്ടൽ വീട്ടിൽ ജോഷിയുടെയും ഷിബിയുടെയും മകനായ ക്രിസ്റ്റഫറിനുണ്ടായതാണ്. 1909 അമല ആശുപത്രിയിൽ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പേ പ്രസവിക്കപ്പെട്ട കുഞ്ഞിൻ്റെ ഹൃദയവും ശ്വാസകോശവും ശരിയായി പ്രവർത്തിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ജീവൻ അപകടത്തിലാണെന്ന് ഡോക്ടർമാർ വിധിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ കുടുംബാംഗങ്ങൾ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 9 അത്ഭുതകരമായ രോഗസൗഖ്യമുണ്ടായി. മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതിൻ്റെ 9ാം വാർഷിക ദിനത്തിലാണ് അത്ഭുതകരമായ ഈ രോഗശാന്തി ഉണ്ടായത്. നാമകരണ നടപടികളെ നോക്കാം. ഫാദർ ജോസഫ് ഇദ്ദേഹത്തിൽ തൻ്റെ മരണശേഷമേ മറിയം ത്രേസ്യയുടെ നാമകരണ പരിപാടികൾ ആരംഭിക്കാവൂ എന്ന നിർദ്ദേശത്തോടെ മറിയം ത്രേസ്യയോട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും 1957 നവംബർ 20 അന്നത്തെ തൃശ്ശൂർ മെത്രാൻ ജോർജ് ആലപ്പാട്ടിന് കൈമാറിയിരുന്നു. തുടർന്ന് തിരുമേനിയുടെ അംഗീകാരത്തോടെ നാമകരണ പ്രാർത്ഥന ആരംഭിച്ചു. 1964 ജൂൺ 8 ജോസഫ് ഇദ്ദേഹത്തിലച്ഛൻ മരണപ്പെട്ടു. അതിനുശേഷം മറിയം ത്രേസ്യയുടെ നാമകരണ പരിപാടികൾക്ക് സാധ്യതയുണ്ടെന്ന് പ്രാഥമിക അന്വേഷണം നടത്തി. 1973 ഒക്ടോബർ 5 ദൈവദാസി എന്ന് നാമകരണം ചെയ്തു. 1981 ജനുവരി 3 അന്നത്തെ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ ജെയിംസ് പഴയാറ്റിലിൻ്റെ നേതൃത്വത്തിൽ കബറിടം തുറന്ന് പൂജ്യാവശിഷ്ടങ്ങൾ പരിശോധിക്കുകയും തിരുശേഷിപ്പുകൾ ഒരു ചില്ലുപേടകത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. 1999 ജൂൺ 28 ജോൺ പോൾ II മാർപ്പാപ്പ ധന്യ എന്ന് നാമകരണം ചെയ്തു. 2000 ഏപ്രിൽ 9 ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവൾ എന്ന് നാമകരണം ചെയ്തു. 2019 ഒക്ടോബർ 13 വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. തിരുനാൾ കാര്യങ്ങളെ നോക്കാം. എല്ലാ വർഷവും ജൂൺ 8 മറിയം ത്രേസ്യയെ കബറടക്കിയിരിക്കുന്ന കുഴിക്കാട്ടുശ്ശേരി മടങ്ങപ്പള്ളിയിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ തിരുനാൾ കൊണ്ടാടുന്നു. അന്നേ ദിവസം തീർത്ഥാടകർക്കെല്ലാം നേർച്ചയായി ഭക്ഷണവും നൽകാറുണ്ട്. സ്മൃതി സമുച്ചയവും മ്യൂസിയവും നോക്കാം.
മറിയം ത്രേസ്യയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടിശ്ശേരി മടങ്കപ്പേളയോട് ചേർന്നാണ് സ്മൃതി സമുച്ചയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. കലാകാരന്മാരുടെ ഭാവനയിൽ വിവിധതരം മാധ്യമങ്ങൾ ഉപയോഗിച്ച് മറിയം ത്രേസ്യയുടെ ജീവിതവും മറ്റും കലാപരമായി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഴയ മഠത്തിൻ്റെ ഒരു ഭാഗം മ്യൂസിയമായി സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. മറിയം ത്രേസ്യ താമസിച്ചിരുന്ന മുറിയും ഉപയോഗിച്ചിരുന്ന കട്ടിലും മരണകാരണമായ കാലിൽ മുറിവുണ്ടാക്കിയ ക്രാസിക്കാലും എല്ലാം തീർത്ഥാടകർക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ ദൈവകൃപ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നവരുടെ സാക്ഷ്യവും അവരുടെ പടം സഹിതം മ്യൂസിയത്തിൽ കാണാവുന്നതാണ്. മറിയം ത്രേസ്യയുടെ മധ്യസ്ഥത വഴി നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ നവീകരണത്തിലേക്കും വിശുദ്ധിയിലേക്കും വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.